ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 27-ാം രാവിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ ഗ്യാസ് അടുപ്പൊന്നും ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ബർത്ത് തീരെ സൗകര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ ടേബിളിലേക്ക് നമ്മുടെ ഗ്യാസ് അടുപ്പൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സൗകര്യം കിട്ടുള്ളൂ എന്ന് കരുതി. പിന്നെ നമ്മുടെ ബർത്തിന് കുറച്ച് വീതി കുറവാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓയിലൊക്കെ താഴേക്ക് ഇങ്ങനെ തെറിക്കുന്നുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഇപ്പോൾ ടേബിളിലേക്ക് ഗ്യാസ് അടുപ്പ് മാറ്റി. അപ്പോൾ വൈകുന്നേരമായാൽ എന്തായാലും അടുക്കളയിൽ തിരക്കായിരിക്കും. അപ്പോൾ വേഗം പെട്ടെന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. വലിയ പീസൊന്നും ഇട്ടിട്ടില്ല, കുറച്ച് നമ്മൾ 3-4 ആളേ ഉള്ളൂ. അതുകൊണ്ട് കഴിക്കാനും വളരെ കുറച്ചേ വേണ്ട. അതുകൊണ്ട് പെട്ടെന്നൊരു കുഞ്ഞു ചിക്കൻ കറി അപ്പുറത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം നമ്മൾ കുറച്ച് ചിക്കൻ റോളാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള മസാല ഇപ്പുറത്തെ അടുപ്പിൽ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ സവാളയൊക്കെ ചേർത്ത് മസാല വഴറ്റാൻ പോവുകയാണ്. സാധാ ചിക്കൻ മസാല തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഉള്ളി, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പച്ചമുളക് ഞാനിവിടെ ക്രഷ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. കാരണം കുട്ടികളുള്ളതുകൊണ്ട് മുളകായിട്ട് നമ്മൾ അരിഞ്ഞ് ചേർക്കുമ്പോൾ അവർ കഴിച്ചു പോകാണ്ടിരിക്കാനാണ് ക്രഷ് ചെയ്തിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ചിക്കൻ റോളിൻ്റെ മസാല തയ്യാറാക്കുന്നത്. ചില ആൾക്കാർ ക്യാരറ്റും ക്യാബേജൊക്കെ ചേർക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ മസാലയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സ്നാക്ക് ചിക്കൻ റോളും കായ്പോളയാണ്. അപ്പോൾ കായ്പോളയ്ക്ക് വേണ്ടിയിട്ടുള്ള പഴം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ട് ഒരു 3 പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വഴറ്റിയെടുക്കാം. ഉമ്മാക്ക് വയ്യാത്തതുകൊണ്ട് എല്ലാവരും കാണാൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നേന്ത്രപ്പഴമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് പഴം ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളൊക്കെ തിന്നും, എന്നാലും കുറച്ച് ബാക്കിയാണ്. ഈ ചൂടിന് പെട്ടെന്ന് കറുത്ത് പോകുന്നതുകൊണ്ട് കായ്പോളയാക്കാമെന്ന് കരുതി. അപ്പോൾ വലിയൊരു ഫ്രൈ പാനിലാണ് ഞാൻ ആക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് കാഷ്യൂ മാത്രമാണ് ഇട്ടത്. അപ്പോൾ പോളയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതിൻ്റെ മുകൾ വശം കൂടി ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. തീയൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ മൊരിച്ചെടുക്കാൻ. അത് ഫ്രൈ പാൻ ആയതുകൊണ്ട്, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അടിയൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊന്നും ഇപ്പം കായ്പോള വലിയ ഇഷ്ടമൊന്നുമില്ല. ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു, വലുതാവുന്ന തന്നെ സ്പൈസസിനേക്കാണ് ഇഷ്ടം. അപ്പോൾ കായ്പോള ഉണ്ടാക്കലേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിന്ന് കരുതി നമ്മുടെ നെയ്ബേഴ്സിന് കുറച്ച് സ്നാക്സ് പോലെ കൊടുക്കുക. എല്ലാ വർഷവും കൊടുക്കലുണ്ട്. ഈ വർഷം കുറച്ച് ലേറ്റായി. പിന്നെ ഒരു 2 വീട്ടുകാർക്ക് എന്ന് കൊടുക്കാം, 2 വീട്ടുകാർക്ക് റോൾ ഉണ്ടാക്കാനായിട്ട് അങ്ങനെ മൈദയിൽ ദോശ ചുട്ടെടുക്കണം. അപ്പോൾ മൈദയും മുട്ടയും ചേർത്ത മാവാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ നൈസ് ദോശ നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചെറിയൊരു കയ്യിലാണ് മാവ് ഒഴിക്കുന്നത്. ഒരു 1.5 കയ്യിൽ മാവ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ നൈസാക്കിയിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചുറ്റിച്ചെടുക്കേണ്ടത്. മറിച്ചിടൊന്നും വേണ്ട. ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ദോശയും നമുക്ക് ഇതേപോലെ ഒഴിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ. ക്ഷമയോടെ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ദോശ നമുക്ക് മസാല വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുക ഈ സമയം കൊണ്ട് കേട്ടോ. രണ്ടാമത്തെ ദോശ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നാമത്തെ ദോശയിൽ മസാലയൊക്കെ ഫില്ല് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റോളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഞ്ഞിക്ക് നേരിയിൽ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചിക്കൻ റോൾ ഇത് പൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മൈദയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലാണ് കോട്ട് ചെയ്തിട്ട് പൊരിച്ചെടുത്തത് കേട്ടോ. പിന്നെ കായ്പോളയും റെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഉമ്മാക്കുള്ള ചായ റെഡിയാക്കലാണ് കേട്ടോ. അപ്പോൾ സമയം ഏകദേശം
നോമ്പുറക്കാനായി കേട്ടോ. അപ്പോൾ ഉമ്മാക്കൊരു 1.5 ഗ്ലാസ് ചായ, അത് പാലും വെള്ളമൊക്കെ ചേർത്ത് പഞ്ചസാരയും ചേർത്ത് പെട്ടെന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ ലൈറ്റ് കടുപ്പം മാത്രമേ ഉമ്മാക്ക് വേണ്ടൂ. അപ്പോൾ പൊടിയൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. നമുക്ക് ജ്യൂസും അടിച്ചെടുക്കണം. ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ. അപ്പോൾ വേഗം ഓറഞ്ച് ജ്യൂസ് അടിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി കഞ്ഞി റെഡിയായി, വെള്ളവും റെഡിയായി. ഇതൊന്ന് പൊത്തി വെക്കണം. കിച്ചണൊക്കെ ക്ലീനായി. സമയം 6:35 ആയിട്ടുണ്ട്. 6:40 45 ആകുമ്പോഴാണ് ബാങ്ക് കൊടുക്കുക. അപ്പോൾ എല്ലാം ഞാൻ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ചിക്കൻ റോളും കായ്പോലെയാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ തന്നെ നമ്മളെ അയൽവാസിക്കുള്ള ഞാൻ മോൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും 2 പേർക്ക് കൊടുക്കാൻ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നാളെ കൊടുക്കണം. ഉമ്മാക്കുള്ള ചായയും നമുക്കുള്ള ജ്യൂസും. ഉമ്മാക്കും ഉണ്ട് കേട്ടോ ജ്യൂസ്. 1 ഗ്ലാസ് ജ്യൂസ് എന്തായാലും ഉമ്മാക്ക് കൊടുക്കും. ഫ്രൂട്ടായിട്ട് ആപ്പിൾ മുന്തിരിയാണ്. മുന്തിരി ഭയങ്കര പുളിയാണ് കേട്ടോ. പിന്നെ കുടിക്കാൻ ചൂടുവെള്ളമുണ്ട്, അതേപോലെ തണുത്തുള്ളൂ. അപ്പോൾ പുറത്തൊരു മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ ബാങ്കൊക്കെ കൊടുത്തു. നമ്മൾ നോമ്പൊക്കെ തുറന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ കറണ്ടൊക്കെ പോയി കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ മഴക്കോളുണ്ടെന്ന്. പറഞ്ഞ പോലെ തന്നെ മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഡാൻസിൻ്റെ പ്രാക്ടീസാണ്. പീരീഡാണെന്നൊന്നും നോക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആനുവൽ ഡേക്ക് അടുത്ത് വരികയാണ്. ഇതിൻ്റെ പ്രാക്ടീസിലാണ് ഓള്. മഴ വരുമ്പോഴത്തേക്ക് കറണ്ട് പോകും, അതാണൊരു പ്രശ്നം. ഇവിടെ ഇരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ കറണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട്. മഴ പെയ്തപ്പോൾ അൽഹംദുലില്ലാ ഒരു തണുപ്പൊക്കെ വന്ന് ഒരാശ്വാസമായിട്ട്. ചെറിയ രീതിയിൽ മിന്നലൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു ഇടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ ഈ ഒരു റൂമൊന്ന് തുറന്നിട്ടതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചോർന്നിട്ടുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യല്ല, അവരുടെ സാധനങ്ങളായിരുന്നു. അപ്പോൾ അതവർ കൊണ്ടുപോയിട്ടുണ്ട് ഓണർ. അപ്പോൾ ഇനി മഴക്കാലം ആകുമ്പോഴത്തേക്ക് റെഡിയാക്കി തരാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തുണിയൊക്കെ അറിയിടാനും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തെങ്ങിൻ്റെ ഓല വീണിട്ട് പൊട്ടിപ്പോയതാണ് ഇതിൻ്റെ ഷീറ്റ് കേട്ടോ. മഴ പെയ്യുമ്പോൾ പിന്നെ എല്ലായിടും നമ്മളൊന്ന് കണ്ണെത്തിക്കണം, കാരണം ചോർച്ചയുണ്ട്. അടുപ്പിൻ്റെ അവിടെയൊക്കെ ചോരാൻ ചാൻസ് ഉണ്ട്. ഞാനവിടെ ചെറിയൊരു ബക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പിറകിൽ വന്ന് നോക്കിയാൽ നമുക്ക് മഴയുടെ കാഠിന്യം അറിയാൻ പറ്റും. അപ്പോൾ ഫ്രണ്ടിൽ കുത്തിനുള്ള ഇറക്കായതുകൊണ്ട് മഴവെള്ളം അങ്ങനെ പോകും. നമുക്ക് മഴ കുത്തോളം കിട്ടിയെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട്. മഴ ഒന്ന് തുറന്നപ്പോൾ ഞാൻ നമ്മുടെ അയൽവാസിയുടെ അടുത്ത് ഒരു ഈ മാങ്ങ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിൽക്കാൻ വന്നപ്പോൾ അവർ വാങ്ങി വെച്ചതാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തായിരുന്നു ഇത് വന്നത്, വണ്ടി വന്നത്. അപ്പോൾ എനിക്കൊരു 2 കിലോ മാങ്ങ വന്നിട്ട് നല്ല നമ്പിയാറ് വാങ്ങാണ് കേട്ടോ. വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനും ഇഫും പോയിട്ട് എടുത്ത് വന്നു. ഇതേപോലെ കടലാസിൽ പൊടിഞ്ഞ് വെച്ചു. എങ്കിൽ പെട്ടെന്ന് കഴിക്കും കേട്ടോ. പിന്നെ നമ്മൾ കഞ്ഞിയിട്ട് കുടിച്ചു. ഉമ്മയും മക്കളൊക്കെ കുടിച്ചു. ഇനി ഞാനും ഇഫും കുടിക്കണം. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് സ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അത്താഴത്തിനുള്ള ദോശ ചുടലാണ്. ഇടയ്ക്ക് നമ്മൾ ചോറുണ്ടാക്കും കേട്ടോ. ചോറാണ് അധികവും ഇഷ്ടം. ഇന്ന് ദോശയും ചിക്കൻ കറിയാണ് കേട്ടോ. ഇപ്പോൾ ചിക്കൻ കറി നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ദോശ കുറച്ച് ലേറ്റായിട്ടാണ് ചുട്ട് വെക്കുന്നത്, കാരണം അത്താഴത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കഞ്ഞിയൊക്കെ കുടിച്ചതുകൊണ്ട് ആർക്കും ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ദോശ ചുട്ട് വെച്ചാൽ അത്താഴത്തിന് കഴിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ദോശ ചുട്ടലാണ് കേട്ടോ. അപ്പോൾ ദോശയ്ക്ക് ചുട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് ലേറ്റായി, ഒരു സമയം 11 മണിയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ 27 ആവായതുകൊണ്ട് കുറച്ച് ഇതിലും കാര്യങ്ങളും നിസ്കാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് നോക്കിയപ്പോഴും മഴ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.